വാഗമൺ ഫ്ലോപ്പായപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മൂന്നാറിലോട്ടാണ് കേട്ടോ. 6ാമത്തെ പ്രാവശ്യം മൂന്നാർ വിസിറ്റ് ചെയ്ത റെക്കോർഡാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മൂന്നാർ വരെ വയനാട് വരെ എത്ര പ്രാവശ്യം വിസിറ്റ് ചെയ്താലും മടുക്കാത്ത പ്ലേസസ് ആണല്ലോ. ഇത്തവണ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ദേവികുളത്താണ്. ദി ക്ലൗഡ് ആൻഡ്സ് മൂന്നാർ എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര് വരുന്നത്. ആസ് യൂഷ്വൽ ഞങ്ങളിത് booking.com വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് മിനിറ്റ് ഐഡിയ ചെയ്തുകൊണ്ട് തന്നെ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെയാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും ഈ ഒരു റിസോർട്ടും ഇതിൻ്റെ ഏരിയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ പോയ മൂഡ് മൊത്തം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് ഈ ഒരു റിസോർട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കോസി ബെഡ്റൂമും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ്റൂമും പിന്നെ എടുത്തു പറയേണ്ട വിധം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണിയും ചേർന്ന ഒരു പെർഫെക്റ്റ് റിസോർട്ട് തന്നെയായിരുന്നു ഇത്. പിന്നെ എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. ഈ ഒരു റിസോർട്ടിന് അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഡിന്നറായിരുന്നു. ആക്ച്വലി ഈ ഒരു ഡിന്നർ അവരുടെ പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല, ഞങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്തതായിരുന്നു. കേരള സ്റ്റൈൽ ഫുഡ് പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങൾക്ക് തമിഴ്നാട് സ്റ്റൈൽ ഫുഡാണ് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോരാത്തതിനൊരു ഇത്തിരി ഓവർ പ്രൈസ്ഡും കൂടെ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇവരുടെ പാക്കേജിൽ ഇൻക്ലൂഡാണ്, അത് കുഴപ്പമുണ്ടായിരുന്നില്ല. ഡിന്നറിന് മാത്രമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഓഫ് റോഡൊന്നും അധികം ഇല്ലാത്തൊരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൗണിലേക്ക് വളരെ ഈസി ആയിട്ട് പോകാനും വരാനൊക്കെ പറ്റും. അപ്പം നമ്മൾ ഡിന്നർ മാത്രം പുറത്തുനിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിസോർട്ടാണെന്ന് തന്നെ പറയാം. വാഗമണിന്ന് മൂന്നാറിലോട്ട് വണ്ടി തിരിക്കുമ്പോൾ ഏതെങ്കിലും നല്ല ലൊക്കേഷനിൽ പോയിട്ട് സൺറൈസ് ഒക്കെ എൻജോയ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കണ്ടപ്പോഴത്തേക്കും ആ പ്ലാനൊക്കെ മാറ്റി സ്വന്തം ബാൽക്കണിയിൽ ഇരുന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് മാക്സിമം ടൈം നമ്മളിവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂന്നാർ പലതവണ വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെക്കൗട്ട് ടൈം വരെ ഈ ഒരു റിസോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് ഈ പ്രാവശ്യം ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.